പോകുന്ന ഒരു അടിപൊളി ബർഗറാട്ടോ. പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആയിട്ട് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബണ്ണും കുറച്ച് ബ്രെഡ് ആട്ടോ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. സൺഡേ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലെങ്കിലും വേദപാഠത്തിലൊക്കെ പോകണം, പള്ളിയിൽ പോകാനുണ്ട്. അപ്പം രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വന്നിട്ട് പള്ളി കഴിഞ്ഞ് വന്നിട്ട് കട്ടിയായിട്ടുള്ള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ കുറച്ച് ബണ്ണും കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒത്തിരി പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ബർഗർ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മളിന്ന് ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് നമുക്കതായത് ഞങ്ങൾ മുട്ട ഉടച്ചിട്ട് അല്പം ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ സാധാരണ പ്ലെയിൻ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ, അതുപോലെ മുളകും ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, വെറുതെ പ്ലെയിനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കക്കരിക്ക നൈസായിട്ട് അരിഞ്ഞ് അതും റെഡിയാക്കി വെക്കുന്നു. അതോടൊപ്പം ടൊമാറ്റോ ചേർക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോയും ഒന്ന് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് നമുക്ക് അരിഞ്ഞ് വെക്കാം. അപ്പം ഇവിടെ ഉള്ളി ചേർക്കണമെങ്കിൽ സവാള അതുപോലെ വട്ടത്തിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ നൈസായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് കാര്യം മിൽക്ക് മിസ്റ്റിൻ്റെ ചീസ് ആണ് കേട്ടോ. ചീസ് ഇങ്ങനെ ലെയറായിട്ട് അത് ഓൾറെഡി ഇങ്ങനെ കിട്ടും നമുക്ക്. ബർഗറിനുള്ളിൽ വെക്കാൻ ഉള്ള ചീസ് നമുക്ക് കിട്ടും. അതുപോലെ ബർഗർ ഉണ്ടാക്കുന്നതിനുള്ള ബണ്ണും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ ചേർത്തിരിക്കുന്നതെല്ലാം ഒരുപാട് നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്നാ പറയുക, മയോണൈസ് ചേർത്ത് കൊടുക്കാം. പല പല ഫ്ലേവറിൻ്റെ മയോണൈസ് ഉണ്ട്. ചില്ലി ഫ്ലേക്സ് ഒക്കെയുള്ള മയോണൈസ് അവൈലബിൾ ആണ്. അങ്ങനെ പല തരമുണ്ട്, നമുക്കെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ടൊമാറ്റോ സോസ്, അത് ആസ് യൂഷ്വൽ എല്ലാവരും ചേർക്കുന്ന ഒരു കാര്യമാണ്, അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബർഗർ കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ. പിന്നെ ഫലാഫെ, അത് ഒരു ഒരു ഡിഷാട്ടോ, അറബിക് സ്പെഷ്യൽ സംഭവമാണ് ഫലാഫിൽ. അത് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നടുക്കൊന്ന് വെച്ച് കൊടുത്താലും അതും നല്ലതാണ്, ഈ ബീഫ് ചിക്കനൊക്കെ വെക്കുന്നത് പോലെ തന്നെ. അപ്പം ഞാനിതൊന്നും ചേർക്കുന്നില്ല. അപ്പം ഞാൻ വെറുതെ അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതുപോലെ ബണ്ണൊന്ന് നടുവേ കീറി കൊടുത്തു. എന്നിട്ട് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പം കക്കരിക്ക വെച്ച് കൊടുത്തു. അതിന് മുകളിൽ ഇതുപോലെ ചീസിൻ്റെ ആ ഒരു ലെയർ വെച്ചു. ടൊമാറ്റോ, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മുട്ട ഉണ്ടല്ലേ, ആ ഓംലെറ്റ് മുട്ട, അതൊന്ന് പ്ലെയിനായിട്ട് പൊരിച്ചെടുത്ത മുട്ടയും വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ചീസൊക്കെ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട്, എന്നാലും അത് ഒതുങ്ങി കിട്ടത്തില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചൂടാക്കും കേട്ടോ. അപ്പം നമുക്ക് ഓവനി വെച്ചിട്ട് ചൂടാക്കാം. ഒരു 5 സെക്കൻഡ് ഓവനി വെച്ച് ചൂടാക്കുമ്പം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അതിങ്ങനെ സൈഡൊക്കെ നന്നായി കൂടി നല്ല ഒതുങ്ങി വരും കേട്ടോ. നല്ല ബർഗർ ഷേപ്പിൽ തന്നെ, പുറത്തോട്ട് തള്ളി നിൽക്കത്തില്ല. അതൊന്ന് പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി അതൊന്ന് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറയുന്നത് നമുക്ക് ആവിയിൽ വയ്ക്കാം. അപ്പച്ചമ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരുപാട് നേരം ആകരുത്, ചീസെല്ലാം അങ്ങോട്ട് ഉരുകിപ്പോകും. അപ്പോൾ അതിൻ്റെ ഉരുകി വെള്ളം പോലെയൊക്കെ ആയിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ചൂടായാൽ മതിയാവും, ഓക്കെ ആവും. അപ്പം നമ്മുടെ ബണ്ണും അല്ലെങ്കിൽ ബ്രെഡും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ചൂടാക്കുമ്പോഴും ഇതുപോലെ തന്നെ ബണ്ണൊക്കെ ജസ്റ്റ് മുരിഞ്ഞു വരും, അതും ഒരു ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളി ഞാൻ പറഞ്ഞില്ലേ, സവാള നമുക്ക് റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അതുപോലെ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ പൊട്ടറ്റോ വെച്ച് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ലെച്ചൂസിൻ്റെ ഇല, ലെച്ചൂസിൻ്റെ ഒരു ലീഫില്ല, അതിങ്ങനെ അതും വെച്ച് കൊടുത്ത് അത് സാലഡിൻ്റെ കൂടത്തി കഴിക്കുമ്പം ഇഷ്ടമുള്ളവർക്ക്, നല്ല ലെച്ചൂസിൻ്റെ ഇലയൊക്കെ ഭയങ്കര കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് വെച്ച് കൊടുത്ത് അതും കഴിക്കാം. അതും അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഞാനിതുപോലെ ചീസ് നടുവേ പകത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം
അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ എന്നും ഈ പുട്ടും കടലയും അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും പുട്ടും പഴവും ചപ്പാത്തിയും കറിയൊക്കെ എന്നും അവർക്കൊരു മടുപ്പല്ലേ. അപ്പം സൺഡേ ആയതുകൊണ്ട് പിന്നെ നമുക്ക് തിരക്കുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ പരിപാടി കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഒരുപാട് ദോഷം ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സൺഡേ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാട്ടോ. അപ്പം നമ്മുടെ ബർഗറൊക്കെ പെട്ടെന്ന് റെഡിയായി. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്.